പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമുക്കൊക്കെ വളരെ പരിചിതനായ പാസ്റ്റർ ബ്ലസൻ ഡാനിയൽ ഷാർജയിൽ നിന്ന് എൻ്റെ വീട്ടിൽ ഇന്ന് എത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അദ്ദേഹം വളരെ ആധികാരികമായിട്ട് ദൈവവചനം ഈ കാലഘട്ടത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ചില പ്രസംഗങ്ങൾ, പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് ദുരുപദേശകർ വളരെയധികം അവരുടേതായിട്ടുള്ള ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ പ്രചരിപ്പിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഒരല്പം ശ്രദ്ധിപ്പാൻ തക്കവണ്ണം എനിക്കിടയായിത്തീർന്നു. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ പൊതുസഭയുടെ പ്രയോജനത്തിന് വേണ്ടി അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. Praise the Lord. Dear Blesson, thank you so much for being with us tonight. പലതവണ പാസ്റ്റർ ഞങ്ങളുടെ ചർച്ചിൽ സൂം വഴിയായിട്ട് ദൈവവചനം മിനിസ്റ്റർ ചെയ്തിട്ടുണ്ട്, വിച്ച് വാസ് എ ബ്ലെസ്സിങ് ഫോർ us. ഈ അടുത്ത കാലത്ത് I have noticed that you are very much involved in teaching about discerning the spirits. അപ്പോൾ അത് ഞാനും ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ദൈവസഭയിലുള്ളവർ ദേ ആർ എക്സ്പോസ് ടു എ ലോട്ട് ഓഫ് ടീച്ചിങ്. യൂട്യൂബ് തുറന്നാൽ അവിടെ പ്രസംഗം, ഇവിടെ പ്രസംഗം, എല്ലായിടത്തും അങ്ങ് പ്രസംഗമാണ്. അപ്പം നമുക്ക് 2 എപ്പിസോഡ് ഓഫ് 2 or 3 minutes ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് എപ്പിസോഡിൽ ടെൽ us one thing that we must look out to discern the false teachers. ഒന്ന് പറയാമോ? Praise the Lord. Thank you for this time and opportunity. ഒന്നാമത്തെ കാര്യം, 1 John chapter 4 verses 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളെയാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത്. അതിൽ ഞാൻ ആദ്യമായി കണ്ടത്, ഫസ്റ്റ് തിങ്, ജീസസിൻ്റെ ലൈഫ് ആൻഡ് മിനിസ്ട്രി. അതാണ് അളവ് പോലെ ഏത് മിനിസ്ട്രിയും, ഏത് ടീച്ചേഴ്സും, ഏത് പ്രസംഗമായാലും ജീസസിൻ്റെ ലൈഫും ജീസസിൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ മിനിസ്ട്രി എങ്ങനെ ആയിരുന്നു എന്നുള്ളത് ആണ് ബേസിക്കലി നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ജീസസിൻ്റെ ലൈഫ് നമുക്ക് സുവിശേഷങ്ങളിൽ വായിക്കുമ്പോൾ തന്നെ അനേക കാര്യങ്ങൾ, ധാരാളം കാര്യങ്ങൾ നമുക്കതിൽ പഠിക്കാൻ കഴിയും. പക്ഷെ ഞാൻ ഫോക്കസ് ചെയ്തത് ജോൺ ചാപ്റ്റർ 12, 12-ാം അധ്യായത്തിൽ യേശു യവനന്മാർ വന്നപ്പോൾ, ഗ്രീക്സ് ആൾക്കാർ വന്നപ്പോൾ, അവർ വന്ന് പോയതിന് ശേഷം, അല്ലെങ്കിൽ അവരോട് പറഞ്ഞെന്നാണോ ശിഷ്യന്മാരോട് പറഞ്ഞെന്നാണോ അറിയത്തില്ലെങ്കിലും അത് കഴിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തില്ല എങ്കിൽ അത് തനിയിരിക്കും, എന്നാൽ ചത്താലോ അത് വളരെ വിളവുണ്ടാകും. അപ്പോൾ ആ ജീസസിൻ്റെ ആ ലൈഫ് എൻറ്റയർ 33.5 years എങ്ങനെയാണ് കർത്താവ് ജീവിച്ചത്, അല്ലെങ്കിൽ ഹൗ ഹി ലിവ്ഡ് എന്നുള്ളതിൻ്റെ ഒരു നട്ഷലായിട്ടാണ് എനിക്കവിടെ ആ കാര്യം ബോധ്യപ്പെട്ടത്. അപ്പം ഗോതമ്പ് മണി നിലത്ത് വീഴാതെ തനികയിരിക്കാനാണ് പലപ്പോഴും പലരും പ്രസംഗിക്കുന്നത്. അതാണ് അല്പം കൂടി ഈസി ആയിരിക്കുന്നത്, റിമെയിൻ. പക്ഷേ ആ റിമെയിനിൽ വരുന്നത് വി ആർ നോട്ട് ഗ്ലോറിഫൈങ് ഗോഡ്. കാരണം താഴെ കർത്താവ് പറയുന്നുണ്ട്, ഇത് കർത്താവ് പറഞ്ഞതിന് ശേഷം തന്നെ അനുഗമിക്കുന്നവരോട് കുറിച്ച് പറയുകയാണ്, എന്നെ അനുഗമിക്കുന്നവൻ, ദോസ് ഹു ഫോളോ മീ ഷുഡ് ഡു ഓർ എക്സാക്ട്ലി ലിവ് ലൈക്ക് ജസ്റ്റ് ഐ ലിവ്. അപ്പം തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഇഹലോകത്തിൽ തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. അതിനുശേഷം കർത്താവ് പറയുന്ന ഒരു കാര്യം, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പം അതാണ്. ബൈ ദ വേ, ദിസ് ഇസ് എക്സാക്ട്ലി വൺ സൺഡേ ഞങ്ങൾ ഈ ജോൺ ചാപ്റ്റർ 12 verse 20 to 26 ഞങ്ങൾ ഒന്ന് ധ്യാനിക്കാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അപ്പോൾ ഇത് ഇപ്പം when you are saying this, അത് ഞങ്ങൾക്കൊരു കൺഫർമേഷനോടെയാണ്. സോ കീപ് ടോക്കിംഗ്. അപ്പം ജീവനെ സ്നേഹിക്കുക. അപ്പോൾ ഈ ചാപ്റ്റർ 12 തന്നെ 12-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു കുടുംബം കർത്താവിനെ സ്നേഹിക്കുന്നതായിട്ട് കാണാൻ കഴിയും.
കർത്താവിനെ അവിടെ ഒരു ക്രിമിനലായിട്ട് ആൾക്കാർ പിടിക്കാൻ വേണ്ടിയും ഈ വാസ് എ കൈൻഡ് ഓഫ് നോട്ടപ്പുള്ളിയായിട്ട് കണ്ടിരിക്കുന്ന ആ ഒരു കോണ്ടെക്സ്റ്റിൽ ആ കുടുംബം ജീസസുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് അതൊരു ഇപ്പോഴത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അത്ര മനസ്സിലാകത്തില്ലെങ്കിലും ആ ഒരു സമയത്ത് ആ കുടുംബം ഞങ്ങളുടെ ജീവൻ പോയാലും ഇറ്റ്സ് ഓക്കെ, ജീസസ്, വി ലവ് ജീസസ്, സോ വി വിൽ റിമെയിൻ വിത്ത് ജീസസ് എന്ന് പറഞ്ഞുകൊണ്ട് ലാസറിനെ കുടുംബം നിൽക്കുന്നുണ്ട്. ആൻഡ് മാർത്ത അവിടെ ചെയ്യുന്ന ഒരു വലിയ ഒരു പ്രവൃത്തി നമുക്കവിടെ കാണാൻ കഴിയും. ഷീ ഗേവ് സുഗന്ധദ്രവ്യം കർത്താവിൻ്റെ. ആക്ച്വലി അവർ 12-ാം അധ്യായത്തിൻ്റെ ആദ്യം മുതലേ അവർ കുഷ്ഠരോഗിയായ ശീമോൻ്റെ വീട്ടിൽ എ ബാൻക്വറ്റ് വാസ് ഗിവൺ ഇൻ ഹിസ് ഓണർ ആൻഡ് മാർത്ത ആസ് യൂഷ്വൽ വാസ് Mark 14. Martha as usual was ministering, and Mary വെങ്കൽ ഭരണി പൊട്ടിച്ച് സുഗന്ധ സ്പൈസസ് ഇട്ട് അനോയിൻറ്റ് ചെയ്യായിരുന്നു. ഗിവിങ് ഔട്ട് ആൻഡ് പോറിങ് ഔട്ട്. അതേ 12-ാം അധ്യായത്തിൽ വേറൊരു സ്നേഹം കാണാം. യേശുവിനെ വിശ്വസിച്ചെങ്കിലും പീപ്പിൾ ലവ് ദ പ്രൈസ് ഓഫ് ദ പീപ്പിൾ. അപ്പം അതുകൊണ്ട് പബ്ലിക്കായിട്ട് അവർ യേശുവിനെ അംഗീകരിച്ചില്ല എന്നും ആ 12-ാം അധ്യായത്തിൽ തന്നെയുണ്ട്. അപ്പം മെനി പീപ്പിൾ ഈവൻ ദ ബിലീവ് ബട്ട് ദി ലവ് ദ പ്രൈസ് ഓഫ് പീപ്പിൾ. അപ്പോൾ ആ രണ്ട് ലവ് നമുക്ക് അവിടെ ആ 12-ാം അധ്യായത്തിൽ കാണാം. അപ്പോൾ ഒന്ന് ഇഹലോകത്തിലെ ജീവിതത്തെ സ്നേഹിച്ച് അങ്ങനെ പോയി കഴിഞ്ഞാൽ വി വിൽ ലൂസ് വാട്ട് ഈസ് ഇൻസ്റ്റോൾഡ് ഫോർ അസ്. അതൊരു കാര്യം. അപ്പോൾ അതിൻ്റെ അവസാനം കർത്താവ് ഇവിടെ പറയുന്നൊരു കാര്യം, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നതിന് എന്നെ അനുഗമിക്കട്ടെ, എന്നെ അനുഗമിക്കുന്നവനെ പിതാവ് മാനിക്കും. അപ്പം ഈ ശുശ്രൂഷ, ട്രൂ സർവീസ് എന്ന് പറയുന്നത് ഗോതമ്പ് നിലത്ത് വീണ് ചാകുന്ന അനുഭവമാണ് ട്രൂ സർവീസ്, യഥാർത്ഥ ശുശ്രൂഷ. അപ്പോൾ ആ ശുശ്രൂഷ കർത്താവ് ചെയ്തു, ആ കർത്താവിനെ അനുഗമിക്കാനാണ് വിളിച്ചത്. അപ്പോൾ ഇതാണ് അളവുകോല് ടു റെക്കഗ്നൈസ് ദ ഫോൾസ് സ്പിരിറ്റ്. കാരണം ഫോൾസ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഫോൾസ് സ്പിരിറ്റ് ഉള്ള ഒരു വ്യക്തി ജീസസിൻ്റെ ലൈഫും മിനിസ്ട്രിയും ഒരിക്കലും അനുഗമിക്കാൻ പറ്റത്തില്ലെന്നാണ് എൻ്റെ ബോധ്യം. തന്നെയല്ല അവിടെ ഹി ഈസ് ഗോയിങ് ടുവേർഡ്സ് ദ ക്രോസ്. അപ്പോൾ അനുഗമിക്കുന്നയാൾ ഓബ്വിയസ് ആണ്, മസ്റ്റ് ഗോ ത്രൂ ദ വേ ഓഫ് ദ ക്രോസ്. അല്ലാത്ത ആളിന് ഫോളോ ചെയ്യല്ല. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, ഇപ്പോൾ ഇന്ന് വൈകിട്ട് അവിടെ സംസാരിച്ചപ്പോൾ ഒരു വിഷയം, ഇഫ് സംബഡി ഈസ് സെയിങ് ദാറ്റ് ഐ ലവ് ജീസസ് ആൻഡ് പ്രീച്ചിങ് അനദർ ഗോസ്പൽ, ഇറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. അപ്പോൾ ജീസസ് മാർക്ക് 8 പറയുകയാണ്, ഇഫ് എനിവൺ ഈസ് അഷെയിംഡ് ഓഫ് മീ ആൻഡ് മൈ വേർഡ്സ്. അതിന് രണ്ടിനും ഡിവോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. ജീസസിനെയും ജീസസിൻ്റെ വേർഡ്സ് അല്ലെങ്കിൽ ജീസസിൻ്റെ ഗോസ്പൽ ഇറ്റ് ഈസ് ടുഗദർ. ജീസസിനെ ബൈബിൾ പറയുന്നത് ജീസസിനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ യു ഹാവ് ടു ടേക്ക് ദാറ്റ് മെസ്സേജ് ഓഫ് ദ ക്രോസ്. ഓക്കെ, പ്രൈസ് ദ ലോർഡ്. I think our video has exceeded 8 minutes. So thank you so much. ഇത് സഭയ്ക്കൊരു ബ്ലെസ്സിംഗ് ആയി മാറട്ടെ. പ്രൈസ് ഗോഡ്.